Good morning to all. Good morning, ma'am. Good morning. Morning. Good Start morning. Yada. Yeah, start with prayer, thought of today, and sign it. Start it all. Good morning, ma'am. Good morning, friends. Prayer. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. Thought of the day ഞാൻ പറയുന്നത് ലൈഫ് ഈസിന്റ് അബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്, ലൈഫ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ്. ജോർജ് ബെർണാഡ് ഒരു തോട്ട്സ് ആണ്. ജീവിതം നിങ്ങളെ കണ്ടെത്താനുള്ളതല്ല, ജീവിതം നിങ്ങളെ സൃഷ്ടിക്കാനുള്ളതാണ്. ഹാവ് എ നൈസ് ഡേ മാം. താങ്ക് യു. ഓക്കെ, കഴിഞ്ഞോ? ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോ. നമ്മള് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? കുറേ നാളെ കണ്ടിട്ടെന്ന് തോന്നുന്നു അല്ലെ? സുഖാണ് മാം. സുഖാണ് മാം. മാം നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ആണോ? അത് ക്യാമറയുടെ കുഴപ്പം. ക്യാമറ നല്ലതാന്ന് തോന്നുന്നു. എന്റെ ക്ലാസ് ഒക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ മാം സുന്ദരിയായതല്ലേ? പിന്നെ അല്ലാതെ മാം സുന്ദരി ആയതല്ലേ, ക്യാമറ ഉഷാറായതുകൊണ്ടാണല്ലേ. ക്യാമറയാണ്, ഞാൻ സുന്ദരിയാണെന്ന് ഞാൻ പറയില്ലല്ലോ. ക്യാമറയാണ് എല്ലാം, ക്യാമറയുടെ മായം. ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലാമർ ഉണ്ട് കാണാൻ. കമ്മലൊക്കെ നല്ല ഇന്ന് നല്ല ഗെറ്റപ്പ് ഉണ്ട്, നല്ല ഗ്ലാമർ ഉണ്ട്. കണ്ടോ? അപ്പൊ മനസ്സിലാക്കി. എനിക്ക് മുന്നൊന്നും നോക്കിയില്ല. മാം ലിപ്സ്റ്റിക് സൂപ്പർ ആയിട്ട് കേട്ടോ, നല്ല ഷെയ്ഡായിട്ട്. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായി എനിക്കത്. വേണമെങ്കിൽ കൊളാബൊക്കെ ചെയ്യാലേ, കൊളാബ് ചെയ്യാം. ലിപ്സ്റ്റിക് ഒക്കെ പറയാം, ഷെയ്ഡ്സ് പറയാം. ക്ലാസ് മാറിയല്ലോ, വേറെ ക്ലാസ്സിലായിരുന്നു പൊതുവെ ഞാൻ ഇരിക്കാറ് അല്ലെ. നമ്മുടെ ക്ലാസ് വേറെ ആയിരുന്നു. ഈ ക്ലാസ്സിലേക്ക് വന്നപ്പോ കുറച്ചുകൂടെ വെട്ടവും വെളിച്ചമൊക്കെ വന്നു, അതാണ് സത്യം. ഇത് വിൻഡോ ആണ്, അപ്പൊ വിൻഡോ സൈഡിൽ നിന്നൊക്കെ വെട്ടം വരുന്നുണ്ട്, അതിന്റെ ഭംഗിയാണ്. എന്നാലും നിങ്ങൾ ഇന്നല്ലേ പറഞ്ഞേ ഇന്ന് സുന്ദരിയായിട്ടുണ്ട്, അപ്പൊ ഇരിക്കും മുന്നേ സുന്ദരി അല്ലാതാണ് യഥാർത്ഥം അല്ലെ? മനസ്സിലായി എനിക്ക്. അതല്ല, ഇന്ന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇന്നൊരു കമ്മലിനോ എന്തോ എവിടെയോ ഈ കമലഗതിക്ക് മുന്നിട്ടിട്ടുണ്ട്, അന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അല്ല മാം, ഇതിന് മുന്നേ പറഞ്ഞു എപ്പോഴും സുന്ദരി തന്നെയാ. ടീച്ചർ ഹാപ്പിയിലായിരിക്കും. അങ്ങനെ ഹാപ്പിയാണ്, ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. പിന്നെന്താ, നമ്മളിങ്ങനെ സംസാരിക്കാറില്ലല്ലോ ഇപ്പോ, കുറെ നാളായി. ഫുൾ ടൈം ക്ലാസ് ആണ്. ശരിയാണ് മാം, നമ്മള് സംസാരിച്ചിട്ട് കുറെ നാളായി. എപ്പോഴും പഠിത്തം മാത്രമേ ഉള്ളൂ. അതെ, ബോറടിച്ചു തുടങ്ങിയോ? എനിക്ക് ബോറടിച്ചുട്ടോ. ഫുൾ ടൈം ക്ലാസ് എടുത്ത് ബോറടിച്ചു. കുറച്ചൊക്കെ എന്റർടൈൻ വേണ്ടേ അല്ലെ? സംസാരിക്കണ്ട എന്തിലൊക്കെ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾ മിണ്ടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ പറയാ? മിസ് ഫസ്റ്റ് ക്ലാസ്സിൽ വന്നേരം ഞാൻ വിചാരിച്ചു മിസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പക്ഷെ ഏറ്റവും പാവം മിസ്സാ. ശേഷം ഇന്നാണ് കൂടുതൽ ആൾക്കാർ തോന്നും.
എന്തോ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണ് കൂടുതൽ ആൾക്കാർ വന്നിരിക്കണു. ആ അതും ശരിയാട്ടോ. ശരിയാ. 23 പേര്, ഞാൻ ആലോചിച്ചു 9 പേര് പേരേക്കുള്ള മാം. 10 താഴേക്കാണ് ഇപ്പൊ ആൾക്കാര് കേറണതേ. ആ കൂടുതൽ ആണ്. അതെ, ഇത് കുറെ പേരുണ്ട്, ഇതിലെല്ലാവരും ഉണ്ട്. ഞാനും ആലോചിച്ചു പതിവില്ലാണ്ട് എല്ലാവരും കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അനക്കൊക്കെ വന്നത്, ഒച്ചയും ബഹളം വന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തോണ്ട. പിന്നെന്താ പറ. എല്ലാരും വെക്കേഷനിൽ അടിച്ചു പൊളിക്കായിരുന്നു. ഞാൻ മൊത്തം ഹോസ്പിറ്റൽ കേസായിരുന്നു. വയ്യ. ഞാനും വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് എന്താ കാണാത്തേന്ന്. അയ്യോ, ഹോസ്പിറ്റൽ തന്നെ ഹോസ്പിറ്റല് മതിയായി എനിക്ക്. നമ്മള് എല്ലാവരും വേറെ ട്രിപ്പ് പോകുമ്പോ ഷൈമ ഷൈമ ഹോസ്പിറ്റലിലേക്ക് ആവും. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ട്രിപ്പായിട്ടിനെ കാണാം. അത്രേ ഉള്ളൂ, എൻജോയ് ചെയ്യാം. തമാശ കാണല്ലോ, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ. എന്താണെങ്കിലും ഏതാണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ മാക്സിമം അത് ഹാപ്പി ആയിട്ടിരിക്കുക. സ്ട്രോങ്. ഓക്കെ മാം, ഞാൻ മെയ് 14 മുതൽ ഞാൻ ഉണ്ടാവില്ല. ഞാനൊരു ടൂറിലൊക്കെ പോവാണ്. ഡൽഹിയൊക്കെ പോവാണ്, ഗുജറാത്ത് സൂററ്റൊക്കെ പോവാണ്. 2 ആഴ്ച ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ എക്സാം വരുമോന്ന് എനിക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല. എനിക്ക് ഒരു ടേം എക്സാം പറയുന്നുണ്ട്. 27 തീയതി തിരിച്ചെത്തുള്ളൂ നാട്ടില്. ഓക്കെ നിങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോ ഇരിക്കും. ഞാൻ ആലോചിക്കാം, അത് കഷ്ടമാണ്. ഞങ്ങൾക്ക് വെക്കേഷൻ ഒന്നും ഇല്ലാന്നേ. ഇതാണല്ലേ മിസ്സേ, ഒരു മോശേട്ടാ, മിസ്സിനെല്ലാം വെക്കേഷൻ വേണ്ടേ? ഫുൾ ടൈം ക്ലാസ് ഇങ്ങനെ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് രസാ ജീവിതത്തില്. മിസ് അവിടെ ടൂർ പോകുന്നില്ലേ? അക്കാഡമിയിൽ ടൂറൊന്നും പോയില്ലേ? പോയില്ലേ? ആ ട്രിപ്പ് ഉണ്ട്. എത്തണ കുറച്ച് ലേറ്റ് ആയി ഉണ്ടാവും, അടുത്തന്നെ സ്റ്റുഡന്റിനെല്ലാം കൂട്ടിയിട്ട് പോവോ മിസ്സേ ടൂറ്? നിങ്ങൾ പോര്, നമുക്കത് പരിഗണിക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യും, ഞങ്ങൾ വരാം. അതെങ്ങനെയുണ്ടോ? ഞമ്മളെല്ലാം ഇവിടെ കെട്ടിയിട്ടിട്ടല്ലേ ഉള്ളു മിസ്സേ. കെട്ടിയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങളെയൊക്കെ ടൂർ കൊണ്ടുപോകാറുണ്ടോ? പിന്നെ പോവാറുണ്ടല്ലോ. ഞങ്ങള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ചുമ്മാ പോകും. രസം. ഇപ്പോഴേക്കല്ലേ പോവാൻ പറ്റൂ അല്ലെ? എൻജോയ് ചെയ്യാം. അപ്പൊ നല്ല രസമായിരിക്കും. ഇല്ല, ഞങ്ങളൊക്കെ ഇറങ്ങോ മോണ്ടിസോറിയൊക്കെ പഠിച്ച് ടീച്ചേഴ്സ് ആയിട്ട് ജോലിക്കൊക്കെ പോവും, അവിടെ നിന്ന് ട്രിപ്പൊക്കെ പോവും. മാം എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോ about 2 years ആയിട്ട്. 2 വർഷമായിട്ടുള്ളൂ മിസ്സേ? 2 വർഷാണോ പറഞ്ഞേ? മിസ്സിന്റെ വർത്താനം കേട്ടാ കൊറേ വർഷങ്ങളായിട്ട് ഇതിലുള്ളതുണ്ട്. എന്താണെന്നറിയില്ല, അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? മാം ഇംഗ്ലീഷ് മാത്രം സബ്ജക്ട്. ക്ലാസ് എടുക്കുന്ന നല്ല എക്സ്പീരിയൻസില്. ഓ അങ്ങനെ. ഓ നിങ്ങളെ ഇതേപോലത്തെ കുറച്ച് ക്ലാസ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര മോണ്ടിസോറി. ഞാൻ MT5 തുടങ്ങി എടുക്കുന്നതാ, 5th. ഓക്കെ, അന്ന് മുതലേ ഞാൻ കേൾക്കുന്നതാണ് ഓരോ സ്റ്റോറീസും. പിന്നെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യം കിട്ടും. ഇനിയിപ്പോ MT ഇത് 18 അല്ലേ, ഇനി 22 അങ്ങനെയൊക്കെ പോകും. അപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അവിടെ പോയി പറയാം. മെയ് 16 ഒരു ബാച്ച് തുടങ്ങുന്നുണ്ടല്ലേ മാം? മെയ് 16 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അത് ഞാൻ അറിയുന്നില്ലല്ലോ, അതൊക്കെ നിങ്ങൾ എങ്ങനെ അറിയുന്നു? എന്റെ അനിയത്തി ചേരുന്നുണ്ട്. ആണോ? മെയ് ഈ മന്ത് ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മന്തോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഒക്കെ ആയിരിക്കും. ഞാനോ അനിയത്തിയാണോ? ഒരു വീട്ടില് കൊറേ ടീച്ചർമാരുണ്ടാവും ശരിക്കും പറഞ്ഞ. ഓരോ വീട്ടില് മോണ്ടിസോറി ഇപ്പൊ പഠിക്കുന്ന 3 ആള് 4 ആളെല്ലാം ഉണ്ട് നമ്മളെ ഈ ഗ്രൂപ്പിലൊക്കെ. അവള് ബാംഗ്ലൂരാണേ, അപ്പൊ നാട്ടില് വന്നിട്ടുണ്ടായിരുന്നു അവള്. അപ്പൊ വീട്ടിൽ പോയപ്പോ ഈ ടീച്ചറുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടു. അവൾക്കാണെങ്കിൽ കുഞ്ഞു കുട്ടികളാണ്. ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ ഇവരുടെ ടീച്ചർമാരുടെ ഓരോ മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളും കാണുമ്പോൾ അവൾക്ക് തോന്നി, നല്ലതാണ് അവൾക്ക് തോന്നി. ജോലിയല്ല ഉദ്ദേശം, കുറച്ച് കാര്യങ്ങളോട് കൂടെ പഠിക്കാൻ പറ്റും തോന്നി. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തത് അവള്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല അടിപൊളിയാണ്. നമുക്ക് 1 മണിക്കൂർ എന്ന് പറയണത് നമുക്ക് പോണതേ അറിയില്ല. നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ആണത്.
1 മണിക്കൂർ എന്ന് പറഞ്ഞത്. കുറെ അങ്ങനെ കുറെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ ടീച്ചേഴ്സ് നമ്മൾ തന്നെ നമ്മളങ്ങനെ മറന്നു പോവാണ്. അത് നല്ലൊരു ക്ലാസ് ആയിട്ട് മാറും. ഒരിക്കലും നിനക്ക് അതൊരു മിസ്യൂസ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൾ ഓക്കെ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ആ ക്ലാസ്സിൽ അശ്വതി മിസ്സും കൂടി വേണമെന്ന് പറഞ്ഞേക്ക്. ചാൻസ് കുറവാണ്. അതെ അതെ. പിന്നെ ഭയങ്കരമായിട്ട് തകർക്കാണ്. അല്ല മിസ്, ഞാൻ ശരിക്കും പറയുന്നത് മിസ് ഉള്ളോണ്ട് ഞാൻ ഇതിലിങ്ങനെ കേറുന്നത്. ഓ അയ്യോ എനിക്ക് വയ്യ. റീജു പോവാന്ന് കുറെ ഞങ്ങൾക്ക് വിഷമാണ് കേട്ടാ. റീജുവിന്റെ മോള് അടുത്ത ഗ്രൂപ്പിൽ പോക്കോട്ടെ. റീജു ഈ ബാച്ചിൽ വേണം. അതെ റീജു അതെ. ഓഫീസിൽ സമ്മതിക്കൊണ്ട് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളാം. കോൺവെക്കേഷൻ സമയത്ത് കാണണം അല്ലേ? എല്ലാവരുടെ അഭിപ്രായം അതല്ലേ? അതെ. റീജു ഇത് കണ്ടിന്യൂ ചെയ്യും. റീജു ചുമ്മാ രസമല്ലേ, കണ്ടിന്യൂ ചെയ്യോ? മോളെ നമുക്ക് നെക്സ്റ്റ് കോഴ്സിന് ചേർക്കാം. അല്ല, എന്റെ മോളെ ഞാൻ ചേർത്താൻ ഞാൻ പിന്നെ അടുത്ത ബഡ്ജറ്റിന് തപ്പേണ്ടി വരും. അതിന് നല്ല ഇതിലങ്ങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നാലും ഓഫീസിൽ ചോദിച്ചു നോക്കട്ടെ, വെറുതെ ക്ലാസ്സിൽ കയറുന്നതിന് കുഴപ്പമുണ്ടോ ഫീസ് അടക്കണോന്ന്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കാണും, ചോദിച്ചിട്ട് സമ്മതിക്കുവാണെങ്കിൽ. മോളുടെ കെയർ ഓഫിൽ കയറിയിരുന്നാലും മതി. ഇത് കോൺവെക്കേഷൻ വരണം, അതേ ഉള്ളൂ. കോൺവെക്കേഷൻ വരും, കാണാലോ. ആ മിസ്, എന്തായാലും എനിക്ക് മിസ്സിനെല്ലാം കാണണം. പിന്നെ എന്റെ ചങ്ങായിമാരില്ലേ കുറെ ആൾക്കാരുണ്ട് ഈ ഗ്രൂപ്പിൽ, അവരെല്ലാം കാണണം നേരിട്ടിട്ട്. തീർച്ചയായും വരും. ഇനി നെക്സ്റ്റ് മോണ്ടിസോറി എനിക്ക് തോന്നുന്നില്ല ഞാനായിരിക്കും, സംശയമാണ്. ഞാൻ ആവാൻ ചാൻസ് ഉണ്ട്. സാറായിരിക്കും, വേറെ സാറായിരിക്കും. ഇംഗ്ലീഷ് എടുക്കുന്ന വേറെ സാറുണ്ട്, ചിലപ്പോൾ സാറായിരിക്കും. സാറിനെ നമുക്ക് പുറത്താക്കാം. പൊതുവെ അങ്ങനെയാണോ? എന്റെ മോക്കും ഇഷ്ടാ മിസ്സിനെ. കാരണം ഞാൻ ക്ലാസ് വെക്കുമ്പോ എപ്പോഴും അരിയത്ത് വന്നിരിക്കും ഇംഗ്ലീഷ് ക്ലാസ്സിൽ. എന്നിട്ട് വോയിസ് ഓൺ ആക്കണ്ടിട്ട് കൊറേ പറയൂ, ഉമ്മ സംസാരിക്കും ഇംഗ്ലീഷിൽ. ഞാനും ഓളും അടികൂടൽ. അല്ല മാം, നമ്മളിപ്പോ സാറായാൽ തന്നെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല തോന്നുന്നു. ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം ഷെയർ ചെയ്തിട്ടുണ്ടാവുക വിചാരിക്കണം. സാറുമാരത് നമ്മളൊരു കുറച്ചൊരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു പേടി തോന്നില്ലേ? നമ്മള് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ക്ലാസ് എടുക്കുന്നത്. എനിക്കറിയില്ല, വ്യത്യാസം ഉണ്ടാവും. ഈ ബാച്ചിലുള്ളവർ ലക്കി അല്ലേ മാം? ഞാൻ ആ സാറിന്റെ ക്ലാസ് ഒരാഴ്ച അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ MD7 ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബാച്ചിലോട്ട് പിന്നെ എക്സ്ചേഞ്ച് ആയി വന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, സാറും ഒക്കെ ആയിരുന്നു. നല്ല ഇന്ററാക്ഷൻ ഒക്കെയാണ്, നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു. ഓക്കെയാണ് കേട്ടോ, ഓക്കെയാണ്. MD7 ഞാനായിരുന്നല്ലോ ഇംഗ്ലീഷ് 17. ശരി, ഓക്കെ. സാർ കണ്ട സാർ ഓക്കെയാണ്, അപ്പൊ കുഴപ്പമില്ല, ജോയിൻ ചെയ്യും. എല്ലാവരെയും ക്ലാസ് അറിയാലോ. പിന്നെ എന്തൊക്കെയുണ്ട്? ഒരു കുടുംബം പോലെ ആയില്ലേ മിസ് എല്ലാരും? ഫാമിലി മെമ്പേഴ്സ് ആണ് എല്ലാവരും. മാം, നമുക്ക് ഫൈനൽ എക്സാം എന്നായിരിക്കും? ഏത് മന്ത് ആയിരിക്കും? പോരട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് എക്സാമിന്റെ കാര്യം ചോദിക്കുന്നു, അതൊക്കെ വരുമ്പോ വരും. എനിക്കറിയില്ല എക്സാം എപ്പോഴേക്കാണ്. ഞാനത് ഓർക്കാറും കൂടി ഇല്ല. നിങ്ങൾ 18th ബാച്ച് അല്ലേ? ഇവിടെ 16ഉം 17 ഒക്കെ അടക്കിയ, പിന്നെ 18 എവിടെ എപ്പോ വരാനാ? മാം, ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഞാനിപ്പോ 7 മന്ത് പ്രഗ്നന്റ് ആണ്. അന്നേരം എന്റെ ഡെലിവറി ഡേറ്റ് ഞാൻ ഇപ്പഴാ റിവീൽ ചെയ്യുന്നത് എല്ലാവരുടെയും. അന്നേരം ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആയിരിക്കും. അന്നേരം എക്സാമും കാൽക്കുലേഷൻ ആണെങ്കിൽ ഇപ്പൊ ഈ മന്ത് 15th ബാച്ച് പാസ് ഔട്ട് ആവാം. ഈ മന്ത് പാസ് ഔട്ട് ആണെങ്കിൽ ഐ തിങ്ക് ജൂൺ ഫസ്റ്റ് ഒക്കെ ഒരു എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ജൂൺ അവസാനം 16th ബാച്ച് പോകും. ഇനി ജൂലൈയില് 17th പോവാണെങ്കിൽ ഓഗസ്റ്റിൽ നിങ്ങൾ പോകും. 18th ഓഗസ്റ്റിലായിരിക്കും. ഓഗസ്റ്റിലാണെങ്കിൽ ചിലപ്പോ സെപ്റ്റംബർ ആദ്യമൊക്കെ ചിലപ്പോ എക്സാം ഉണ്ടാവും. അന്നേരം ഡെലിവറി കഴിയുമായിരിക്കും.
ഓൺലൈനല്ലേ, കുഴപ്പമില്ല, സീനൊന്നുണ്ടായി. അത്രയേ ഉള്ളൂ സമയം. ഓഗസ്റ്റ് ഒക്കെ വരെ ഉള്ളൂ. പെട്ടെന്ന് എല്ലാ ബാച്ചസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോവാ. ടൈം പോണതേ അറിയില്ല. പിന്നെന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മിസ്സിനോട് ഇത് കാര്യം മിസ്സിനോട് ഒന്ന് പറയണം, അല്ലെങ്കിൽ ചോദിക്കണം ഇന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയും, ജസ്റ്റ് ചോദിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല. ടീച്ചറുടെ ഫാമിലിയെ കുറിച്ച് പറയാൻ പറ്റുമോ? ഫാമിലിയോ? അതിനെ കുറിച്ച് എന്ത് പറയാനാ? എന്റെ വീട്ടില് ഫാമിലി നമുക്ക് ചോദിക്കൂ. കുട്ടികള് കുട്ടികൾ എന്ന് പറയാനില്ല, എനിക്കൊരു കുട്ടിയേ ഉള്ളൂ. ഒരു മോളുണ്ട്. മോളിപ്പോ UKG-യിലേക്ക് ആകാണ്. അവള് പറയുന്ന പോലെ LKG UKG-യിലാകാൻ പോവാ. പിന്നെന്താ, ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ ഫാദറിന്റെ കാര്യം അറിയാലോ. ഇപ്പോ നിലവിൽ എന്റെ വീട്ടില് ഞാനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഇപ്പൊ ചെന്നൈയിലാണ്, കറന്റ് ഇപ്പൊ ചെന്നൈയിലാണ് ആള്. അതുകൊണ്ട് ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. എന്റെ മോൾ എന്റെ വീട്ടിലാണ്. പിന്നെ എന്റെ വീടും ഹസ്ബൻഡിന്റെ വീടായിട്ട് അധികം ദൂരമൊന്നുമില്ല, അടുത്തടുത്താണ്, വന്നു പോവാം. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. ചെറിയൊരു ഫാമിലിയാണ്. ലവ് മാരേജ് ആണോ? ഓഫ്കോഴ്സ് ലവ് മാരേജ് ആയിരുന്നു. ജസ്റ്റ് ഓരോന്നും പറയുന്നു, അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. ഞാൻ ഇതുവരെ എന്റെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. അല്ല, ഇഷ്ടപ്പെട്ടു. മാമിന്റെ സ്വന്തം വീട്ടിൽ ആരൊക്കെയുള്ളത്? മാമിന്റെ സ്വന്തം വീട്ടിലെ ആരൊക്കെയുള്ളത്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ അമ്മമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മ, പിന്നെ ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, ചേട്ടന്റെ മോനുണ്ട്. ഇത്രയും പേരുണ്ട്. പിന്നെന്തൊക്കെയാ? ഇപ്പൊ നിങ്ങളോട് വിശേഷം പറയുമ്പോൾ എന്റെ കാര്യം ചോദിക്കും. കൊള്ളാം. ഇനി എന്തെങ്കിലും എനി ക്വസ്റ്റ്യൻസ്? മഴയുണ്ട് മാം, നല്ല മഴയാണ് അവിടെ. മഴയില്ല, മഴക്കാലുണ്ട് കേട്ടോ. മഴക്കാലുണ്ട്, നല്ല നമുക്ക് ക്ലൈമറ്റ്. ബെൽറ്റിന് മഴയാ. ഞങ്ങളവിടെ രാത്രി നല്ല മഴയാ മാം പാലക്കാട്. കണ്ണൂര് നല്ല മഴയാ, കൊല്ലത്ത് നല്ല മഴ. ഓ, ഇന്നലെ വരെ ഇവിടെ മഴ ഉണ്ടായില്ലല്ലോ പാലക്കാട് കണ്ണൂരൊക്കെ. ഉണ്ടായിരുന്നോ? മിനിഞ്ഞാന്നും ഇന്നലെയൊക്കെ രാത്രി നല്ല ഉണ്ടായിരുന്നു. പുലർച്ചെ മുതൽ മഴ. ഇവിടെ മഴയുണ്ട് മിസ്സേ, കോട്ടയത്ത് ഇന്നലെ നല്ല മഴ പെയ്തു ഉച്ചയ്ക്ക്. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോ ചോദിച്ചു ചൂടാണെന്ന് ചോദിച്ചപ്പോ ഈ പാലക്കാട്, കണ്ണൂര്, കോട്ടയം ഇവരൊക്കെ പറഞ്ഞു ചൂടാണ് മിസ്സേ, ഭയങ്കര ചൂടാണെന്ന്. വൈകുന്നേരം വൈകുന്നേരമാണ്. പക്ഷെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കുറച്ച് തണവൊക്കെ ഉണ്ട്. ക്ലൈമറ്റിന്റെയാണ്, നല്ല ക്ലൈമറ്റ്. എന്റെ ഫേവറേറ്റ് ക്ലൈമറ്റ് ആണത്. ഒരു മഴക്കാരും വെക്കുമ്പോ രസല്ലേ. ഇപ്പൊ അങ്ങനെ ഇഷ്ടം. മലപ്പുറത്തും മഴ തന്നെ, 2-3 ദിവസമായിട്ട് വൈകിട്ട് മഴ തന്നെയാണ്. എല്ലായിടത്തും ഇപ്പൊ മഴയാന്നോ? ഈ മഴ പോകാൻ പറയേണ്ടി വരും. എന്താ കാസർഗോഡ് ഭാഗത്ത് മഴ വന്നില്ല. കാസർഗോഡ് മഴയില്ല. കാസർഗോഡ് സ്ലാങ് ഇങ്ങനെയാണോ? ശരിക്കും നിങ്ങൾ എങ്ങനെയാ സംസാരിക്കുക? നമ്മള് പലതരത്തും എവിടെ പോയാലും അങ്ങോട്ട് അവരവരുടെ ഭാഷ പറയും. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷ പറയും. നിങ്ങളുടെ ഭാഷ കേൾക്കണം, ഒന്ന് സംസാരിച്ചേ. ഞാൻ റിപ്ലൈ തരില്ല, പറയൂ, എന്തെങ്കിലും ചുമ്മാ പറയും. മിസ്സിനെ കാണാൻ നല്ല പാങ്ങുണ്ട്, അത് മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മുടെ കാസർഗോഡ് ഭാഷ ശരിക്കുള്ള ഭാഷ കേട്ട ഒന്നും തിരിയില്ല, ഒന്നും മനസ്സിലാവൂല. പക്ഷെ നല്ല രസമില്ലേ കേൾക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടാ, പഠിക്കണമെന്നുണ്ട്. ചുമ്മാ പറ, എന്തെങ്കിലും പറയൂ, കുറച്ചുകൂടെ പറയൂ, അത് മാത്രം പറയില്ലേ. എനിക്കും ഇഷ്ടമാണ് കാസർഗോഡ് ഭാഷ. പറയൂ തങ്കപ്പടി, പറയൂ. നമ്മുടെ ബാച്ചിനെ കുറിച്ച്. കാസർഗോഡ് കണ്ണൂരും കുറച്ച് നമ്മളെ ഈ സൈഡിലത്തെ ഭാഷ തന്നെ വരുന്നുണ്ട്. പൊതുവെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, നിങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ എല്ലാരും പറയും കാസർഗോഡ് ആണെങ്കിൽ അവർ ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ, പേര് ഇങ്ങനെയാണ്, സ്ഥലം കാസർഗോഡ്, കഴിഞ്ഞു. പിന്നെ ഒന്നും മിണ്ടില്ല. കാരണം ഞാൻ ലാംഗ്വേജ് പ്രശ്നം എന്ന് പറയും.
നമ്മളെ സ്ലാങ് ഏറ്റവും കൂടുതൽ കാസർഗോഡുള്ള മിസ്സേ. ആണ്, എന്നിട്ട് ആരും മിണ്ടുന്നില്ലല്ലോ. ആരും കാസർഗോഡ് ഉണ്ടില്ലേ? പൊതുവെ സംസാരിക്കില്ല, അവരുടെ സ്ലാങ് അതാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കില്ലാന്നേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിനക്ക് ഭയങ്കര ഇഷ്ടല്ലേ? അല്ലേ? രസാ കേൾക്കാനില്ല. എന്റെ സ്ലാങ് എങ്ങനെയാണ്? നമ്മുടെ കാസർഗോഡ് ഇല്ലേ, ഒരുപാട് ഇങ്ങോട്ട് നമ്മുടെ ഈ കാസർഗോഡ് ഇങ്ങോട്ട് ഭാഗത്ത് ഫുള്ള് ഏകദേശം മുസ്ലിങ്ങള്, ബാക്കി കർണാടകക്കാര്. അപ്പൊ രണ്ടും കൂടി മിക്സ് ആയപ്പോ നമ്മുടെ ഭാഷ എന്തോ പോലെ ആയിപ്പോയി. ഓ, വല്ലാത്തൊരു ഭാഷയായി. അങ്ങനെ വല്ലാത്ത ഭാഷയായി പോയി. പക്ഷെ എല്ലാം ഉണ്ട്, കന്നഡ, തുളു, തെലുങ്ക്, എന്താ എല്ലാം ഉണ്ട്, മലയാളം. പിന്നെന്താ, എപ്പോഴെങ്കിലൊക്കെ ഞാൻ ആ വഴിക്ക് വരുമ്പോ നിങ്ങൾ എന്നെ കണ്ടാലൊന്ന് മൈൻഡ് ചെയ്യണം കേട്ടോ. എനിക്ക് മനസ്സിലാവില്ല, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അതൊക്കെ വരാം, ഇതിനെ കുറിച്ചൊക്കെ പോകും. കാസർഗോഡ് പോവാ മിസ്സേ, കാസർഗോഡ് എന്തൊക്കെയോ കാണാനുണ്ട്. വരാം, എപ്പോഴെങ്കിലൊക്കെ വരും. പിന്നെ കണ്ടാ ഒന്ന് സംസാരിച്ചാൽ മതി. എനിക്ക് മനസ്സിലാവില്ല കേട്ടോ, ഉറപ്പാണ്. നിങ്ങളുടെ പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ ബാച്ച് പറഞ്ഞാൽ ഓക്കെ, കത്ത് ബാച്ചും പേരും പറഞ്ഞാൽ മതി. അപ്പൊ ആ പ്രൊഫൈൽ പിക്ക് എനിക്ക് മനസ്സിലാവുന്ന വരും. മാം എറണാകുളത്താണോ? ഈ എറണാകുളത്താണ്, പറവൂരിനടുത്താണ് കേട്ടോ. ഞങ്ങള് മൂത്തകുന്നെന്ന് പറയും. തൃശ്ശൂരിന്റെയും എറണാകുളത്തിന്റെയും ഇതൊക്കെ ഒരു ബോർഡറാണ്. ഈ തൃശ്ശൂർക്കും എറണാകുളത്തും പോകാനായിട്ട് എളുപ്പമാണ്, ഈസിയാ. പിന്നെ മാമിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ശരണ്യ, ഓ ഓക്കേ. ശരണ്യ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല ഇത്ര നാളും? ഇല്ല മാം, എനക്ക് ഇടയ്ക്കേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതാ പ്രശ്നം, ഞാൻ ചോദിച്ച മാമിനോട്. ഇവരോട് ചോദിക്കും, ഇവര് പറഞ്ഞുതരും. എന്ത് ഡൗട്ട്സിന് ഇവര് പറഞ്ഞുതരും കേട്ടോ. എന്നിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ, ഞാൻ പറയാം, ക്ലിയർ ചെയ്തരാം. ഞാൻ ചോദിക്കുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഇവര് പറഞ്ഞുതരും. ഇവര് പോരെ, എന്തിനില്ലേ ഞങ്ങള്. ടീച്ചേഴ്സിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ചോദിക്കുക. എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യോ കേട്ടോ. കുറെ നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞു, കുറെ ക്ലാസ് മിസ്സായി. ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ശരണ്യ, എനിക്ക് ശരണ്യാണെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നില്ല കേട്ടോ. MT18 എന്ന് പറഞ്ഞപ്പോ ക്ലാസ്സിലാണ്, പക്ഷെ ശരണ്യ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒന്നും ഓർമ്മ വന്നില്ല. അതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? ക്ലാസ് കേട്ട കുറെ നാളെന്ന് പറയുമ്പോ സംസാരിച്ചിട്ടില്ല, ഇടയ്ക്കെങ്ങാനും. അതുകൊണ്ടാണ്. ഇന്ന് കേറിയപ്പോഴാണ് ഇന്ന് ക്ലാസ് ഇല്ല അല്ലെ? ചിരിച്ചു. ഇത് രസാന്ന് നോക്കിയേ, സംസാരം കേൾക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം പോലും ലീവ് ചെയ്യാണ്ടിരിക്കുന്ന നോക്കി. ഇത് നല്ല കുട്ടികളാ, കൊള്ളാട്ടോ. കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറയുന്ന എല്ലാം ഇങ്ങനെ കേട്ട്, പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും അത് കേട്ടിരിക്കുന്ന കുറെണ്ണങ്ങൾ. അതാണ് നിങ്ങള്. എന്ന് ഇങ്ങോട്ടെന്തെങ്കിലും മിണ്ടോ? അതുമില്ല, കേട്ടിരിക്കും. സംസാരിക്കൂ. റീജു പറയുന്ന പോലെ ഇംഗ്ലീഷിനെ കുറച്ച് പേടിയായിരുന്നു. ഇപ്പൊ ഞാൻ പറയാറില്ലേ, എന്തിനാ ഇംഗ്ലീഷിനെ പേടിക്കുന്നത്, ഇംഗ്ലീഷ് പാവമല്ലേ എന്നും പറയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ എക്സാമിനാകുമ്പോ പേടിയാവുന്നു. ഇപ്പൊ അതിങ്ങനെ നമുക്ക് ഇതൊക്കെ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടേ പേടിയാവുന്നു. എക്സാം ഞാൻ പാസ്സാക്കി തരാം. എക്സാം ഞാൻ പാസ്സാക്കി തരാം, പേടിക്കണം. പക്ഷെ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കണം. ഇംഗ്ലീഷിന് എത്ര മാർക്കായിരിക്കും മിസ്? എല്ലാം 100 ആണല്ലോ. 100 ആണ്. നോട്ട് ഇംഗ്ലീഷിന്റെ ആണ് കേട്ടോ, നോട്ടാണ് ഇംഗ്ലീഷിന്. പാസ് മാർക്ക് എത്രയാണ്? നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ഇംഗ്ലീഷിന്റെ മാത്രമാണ് പറയാ. സത്യമായിട്ട് മാം, അത് ഇംഗ്ലീഷ് പിന്നീട് നമ്മുടെ മക്കൾക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാലോ. അത് അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നോട്ട് എഴുതുന്നത് എല്ലാരും അതെ കേട്ടോ, ഇംഗ്ലീഷ് മാത്രം. അതെ, യൂസ്ഫുൾ ആണല്ലോ, അതുകൊണ്ടാണ്. ഇംഗ്ലീഷിന്റെ പാസ് മാർക്ക് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും പാസ്സാക്കും. നിങ്ങൾ ഈ പാസ് മാർക്ക് ചൂടണം എന്തിനാ? കഷ്ടാന്ന് നോക്കി. എക്സാമിന് ഇത്രയും പേടിയോ? ശേ, മോശം.
സിമ്പിൾ ആയിരിക്കും. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 100 മാർക്കിലാണ്. ഓക്കെ, ഞെട്ടാനൊന്നുമില്ല. നിങ്ങൾ എന്തായാലും പാസ്സാവും. നിങ്ങൾക്ക് എത്ര മാർക്ക് വേണമെന്ന് പറയും, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഫുൾ മാർക്ക് വേണമെന്ന് പറയരുത് കേട്ടോ, ഇത് കുറച്ച് ക്രൂരതയാണ്. 100 കിട്ടിയില്ല മിസ്സേ, അതൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ മിസ്സേ. ഞാൻ 100 പ്രതീക്ഷയാണ് മിസ്സേ, എനിക്ക് 100 കിട്ടിയില്ല, 98 കിട്ടിയുള്ളൂ, ഈ 2 മാർക്ക് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അവരോടൊക്കെ പറയും എന്ത് കഷ്ടാന്നൊക്കെ. ഒട്ടും പാസ്സാകില്ല എന്ന് വിചാരിച്ച് വന്നവരാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങൾക്ക് 100 മാർക്ക് കുറച്ച് ക്രൂരതയല്ലേ അല്ലെ? കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് മാർക്ക് അല്ല, ജസ്റ്റ് പാസ് ഒന്നല്ല കേട്ടോ, അതിൽ കൂടുതൽ കിട്ടും. 100 കിട്ടിയവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, 100 കിട്ടിയവരുണ്ട്. കിട്ടും. പാസ് മാർക്ക് എത്രയാണ് മാം? എനിക്കറിയില്ല. പാസ് മാർക്ക് എത്രയാ? അതാ പറയാം, എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. കാരണം പാസ് മാർക്ക് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. എല്ലാവരും പാസ്സാകുന്നുണ്ട്, എല്ലാവർക്കും നല്ല ഒരു 60 അപ്പോ എല്ലാവർക്കും മാർക്ക് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ പാസ് മാർക്ക് നോക്കുന്നേ? അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പാസ്സാവും. ക്ലാസ് കയറാത്തോണ്ട് എന്റെ അവസ്ഥയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ സെറ്റാവുന്നേ. ഞാനില്ലേ മറ്റേ വാഴറ്റൂര് പറഞ്ഞ പോലെ ഞാനില്ലാതെ മറ്റാരും സംസാരിക്കുന്ന കേട്ടോ. ഞാൻ ഇത് പറഞ്ഞു പോകും. അതൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാവേ. ഓ ഈസി ആയിരിക്കും. എക്സാം അവിടെ നിൽക്കട്ടെ, അതല്ലാതെ നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം പഠിക്കണം കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ ഒട്ടും ചെറുതായിട്ട് കാണരുത്. എല്ലാവർക്കും അറിയാലോ ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് എനി പോവാം അല്ലെ? നമുക്ക് എവിടെയാണെങ്കിലും പോവാം. യു ക്യാൻ. അത് എല്ലാം മറക്കുന്ന മിസ്സേ, എല്ലാം മറന്നു പോകുന്നു. ഇന്ന് പഠിച്ച നാളത്തേക്കൊന്നും ഓർമ്മ ഉണ്ടാവുന്നില്ല. അപ്പൊ പിന്നെ എക്സാമിന്റെ ടൈമിലെല്ലാം നമ്മൾ ഡെയിലി ഇതെടുത്ത് നോക്കാം, ഡെയിലി പഠിക്കാം. എല്ലാരും പറയും പ്രായമായി കഴിഞ്ഞാല് ഓർമ്മക്കുറവാണ്, പക്ഷെ അതൊക്കെ ചുമ്മാതാണ് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പ്രായം കൂടുന്തോറും ഓർമ്മക്കുറവൊന്നും വരില്ല. നമ്മള് ഉപയോഗിക്കാതിരിക്കുകയാണ്. ഈ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കണ്ടേ? ഉപയോഗം കുറവാകുമ്പോ പുള്ളി കിടന്ന് ഉറങ്ങും. നമ്മൾ ഉറക്കാൻ പാടില്ല. ഫുൾ ടൈം ഇതിൽ പണി കൊടുത്തോണ്ടേയിരിക്കുക. മനസ്സിലായോ? ശരിയോ? എല്ലാം അങ്ങനെയാണ്. എല്ലാം ഒരു വണ്ടി വാങ്ങിയാലും ആ വണ്ടി നമ്മൾ റിപ്പയർ ചെയ്ത് കൊണ്ടുനടക്കണ്ടേ അല്ലെ? ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ തുരുമ്പെടുത്തു പോകും. പക്ഷെ നമ്മൾ അതിനെ പൊടിതെട്ടി എല്ലാം കൊടുത്ത് റിപ്പയർ ഒക്കെ ചെയ്ത് നല്ല കണ്ടീഷനിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ആ വണ്ടി വർഷത്തോളം നമുക്ക് യൂസ് ചെയ്യാം. അല്ല, നമ്മുടെ ബോഡി എങ്ങനെ തന്നെയാ. എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ എന്തിനാ? എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡി ആക്റ്റീവ് ആയിട്ടിരിക്കണ്ടേ എപ്പോഴും അല്ലെ? അനങ്ങാതിരുന്നു കഴിഞ്ഞാല് ഇങ്ങനെ തന്നെ ഇരുന്ന് പോയുള്ളൂ. അതുപോലെ തന്നെയാണ് ബ്രെയിൻ കേട്ടോ. ബ്രെയിൻ ഭയങ്കര പവർഫുൾ ആണ്. അതിനെ എപ്പോഴും നമ്മളിങ്ങനെ ചുമ്മാ ഇരുത്താൻ പാടില്ല. പണ്ടൊക്കെ നമ്മള് ഫോൺ നമ്പർ ഒക്കെ ഓർത്ത് വെച്ചിരുന്ന അല്ലെ? എല്ലാവരും ഓരോരുത്തരും നമ്പർ വെച്ച് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഇന്നങ്ങനെയാണോ? പാസ്വേഡ് പോലും അല്ലെ? പാസ്വേഡ് പോലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ്. പാസ്വേഡ് ഒക്കെ ഓർത്ത് എടുക്കുന്നുണ്ടോ നിങ്ങള്? ഒരിക്കലും ഇല്ല. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നോക്കി ചെയ്യും. അങ്ങനെയല്ല, നമ്മളൊക്കെ ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വെക്കേണ്ടെന്ന് പറയാം, നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെ നമുക്ക് പെട്ടെന്നല്ല അൽഷിമേഴ്സ് ഒക്കെ വന്നാലോ? ഓക്കെ, അപ്പോ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ബ്രെയിനിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും ഓർത്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും കാര്യം നമുക്ക് എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോ ചിലതിന്റെയൊക്കെ പേര് നമ്മൾ പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, കുറെ ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ആലോചിച്ചെടുക്കും. അത് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് എക്സസൈസ് ആണ്. എല്ലാ ദിവസവും പഠിക്കാൻ മടിയുണ്ടെന്ന് അറിയാമെങ്കിൽ പോലും പഠിക്കുക. അപ്പൊ ടെൻസ് ഒക്കെ എങ്ങനെയാണ്? ടെൻസ് ഒക്കെ ഓക്കെ ആണോ നിങ്ങൾക്ക്? ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ ആണോ മാം? ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇത് കാണുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പാരഗ്രാഫ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കാന്ന്, അതെങ്ങനെയാണ് ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ? ട്രിക്ക് പ്രസന്റ് പെർഫെക്റ്റിന് പകരമായിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. എളുപ്പമാണ്. ഐ ഹാവ് ഗോൺ ദെയർ, ഞാനിവിടെ പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിലും എനിക്ക് സിമ്പിൾ ആയിട്ട് ഐ വെന്റ് എന്ന് പറയാം. ഐ വെന്റ് ദെയർ ഇങ്ങനെയും പറയാം. നമ്മൾ അങ്ങനെ പറയാ പൊതുവേ അല്ലെ?
അവിടെ പോയി, ഞാനവിടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നതും ഞാനവിടെ പോയി എന്ന് പറയുന്നത് ഏകദേശം സെയിം അല്ലേ? ആണോ? മലയാളത്തിലാണെങ്കിൽ സെയിം അല്ലേ? പോയിട്ടുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്, ഞാൻ പോയി എന്ന് പറയുന്നത് അത് തന്നെയാണ്, അത് തന്നെയാ. അപ്പൊ എന്താ, ഞാനവിടെ പോയി എന്ന് പറയാം, ഐ വെന്റ് there. പിന്നെ ഈ പറയുന്ന പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ പകരം നമുക്ക് വെറും കണ്ടിന്യൂസ് വെക്കാം. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നാണ്. ഓക്കെ, ഐ വാസ് ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയും. കണ്ടിന്യൂസ് പ്രോസസ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് പറയണമെങ്കിൽ ഇങ്ങനെയും പറയാം നമുക്ക്, ഐ എം ലേണിംഗ്, അല്ലെങ്കിൽ ഐ വാസ് അലൈവ്. അപ്പോ അങ്ങനെ ആ ഒരു ഇത്രയും നാള് മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. ഐ ഹാവ് ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 5 years എന്ന് പറയാം. അങ്ങനെ പറയുന്നതാണ് കുറച്ച് നല്ലത്. ഞാൻ ഇപ്പൊ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 5 years എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. ഞാനിപ്പോഴും ഇംഗ്ലീഷ് 5 വർഷമായിട്ട് പഠിക്കുകയാണ്, അങ്ങനെയല്ലേ നമ്മൾ പൊതുവെ പറയാം അല്ലെ? 5 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയും, 5 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഈ രണ്ടും പറഞ്ഞാലും സംഭവം നമുക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ 5 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലോ നമ്മൾ വിചാരിക്കുക അല്ലെ? അപ്പോ സംടൈംസ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരമായിട്ട് കണ്ടിന്യൂസ് മാത്രം യൂസ് ചെയ്യും. ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 5 years, അല്ലെങ്കിൽ ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് 10 o'clock, അല്ലെങ്കിൽ ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് മോർണിംഗ്. ഞാൻ മോർണിംഗ് രാവിലെ തുടങ്ങി ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? പകരം നമുക്ക് യൂസ് ചെയ്യും, അതാണ് ഏറ്റവും എളുപ്പം. അത് മലയാളവും നമ്മൾ അങ്ങനെയല്ലേ പറയാ അല്ലെ? സ്ഫുടതയോടുകൂടി എല്ലാ ടെൻസും നോക്കിയാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത് അല്ല. കമ്മ്യൂണിക്കേഷൻ വരുമ്പോ ഇംഗ്ലീഷ് അങ്ങനെ തന്നെയാകും. എല്ലാം പക്ക പോലെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സംടൈംസ് നമ്മൾ പ്രപ്പോസിഷൻ പോലും മര്യാദ യൂസ് ചെയ്യാറില്ല. കാരണം കൺവേ ആണ്, കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺവേ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോ ഷോർട്ടാക്കി പറഞ്ഞാലും മതി. റിട്ടേണിൽ വരുമ്പോഴാണ് ഇതെല്ലാം നോക്കേണ്ടത്. എഴുതുമ്പോൾ നമുക്ക് അവിടെ പ്രപ്പോസിഷനും എല്ലാം വേണം. പറയുന്ന പോലെയല്ലല്ലോ മലയാളം എഴുതുന്നത്, ആണോ? അതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയുന്ന പോലെയല്ല ഇംഗ്ലീഷ് എഴുതുന്നത്, വ്യത്യാസം എല്ലാം അങ്ങനെ. അതാണ് ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താ? ടെൻസ് പഠിയാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എക്സാമ്പിൾ ആണോ കൂടുതൽ എഴുതി പഠിക്കുന്നത്? ടെൻസ് ഇത് കൂടുതലായിട്ട് എളുപ്പത്തിൽ മനസ്സിലാവാൻ പഠിക്കാൻ വേണ്ടിട്ടേ നമ്മൾ എന്താണ് ഇതിന്റെ എക്സാമ്പിൾ ഏതാക്കിയാണ് എഴുതി പഠിക്കാൻ വേണ്ടത്? നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇപ്പൊ പോലും നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് സംസാരിച്ചു വെക്കുക വരുന്നേ അവിടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. ഇപ്പോ ഡെയിൻ മൈ ലൈഫ് പറയും. ഡെയിൻ മൈ ലൈഫ് മീൻസ് ഇപ്പൊ സംഭവിക്കുന്ന കാര്യം, കറന്റ് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു ഇംഗ്ലീഷിലാണ്. ചുറ്റും നടക്കുന്ന കാര്യം. ഫാരിസ് ഇപ്പൊ എവിടെയാണ്? ഞാൻ റൂമിലിരിക്കുക. റൂമിലാണ്. റൂമിൽ എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു നോക്കിയത് ഇംഗ്ലീഷില്. ചുമ്മാ പറഞ്ഞു നോക്കിയേ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങള്. I am sitting. Now I'm sitting On the bed. Now I'm sitting on the bed in my room. കണ്ടോ, ഞാൻ റൂമില് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ I am speaking. പറയൂ. എല്ലാവരും പറയൂ ഇതുപോലെ. നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, എന്തൊക്കെ എന്നോട് പറയാനുണ്ട്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കി. പറയൂ. ട്രൈ ചെയ്യൂ എല്ലാവരും. I am cooking in the kitchen. To make a fish curry. I am drawing. I'm traveling to where? പോയി എവിടെ, ഇങ്ങോട്ടൊക്കെ പോകുന്നേ, അത് പറയൂ. ട്രാവലിംഗ് ആണ്, സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. ഇനി
ഇനി നെക്സ്റ്റ് എല്ലാരും പറയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പറയും, നിർത്തല്ലേ. സ്റ്റക്ക് വരും, പറഞ്ഞു നോക്കൂ. ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നല്ലേ മാം പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു പഠിക്കാം. നമ്മൾ എഴുതിയ കുറെ വട്ടം വായിക്കുമ്പോ അപ്പൊ അങ്ങനെ മനസ്സിലാവും, പിന്നെ അത് അങ്ങനെ മറന്നു പോവുകയാണ്. നമ്മൾ അങ്ങനെ പറയും തോറും നമ്മൾ ഓരോ കാര്യങ്ങളും പറയും, സംസാരിക്കുകയാണ് പറയുമ്പോ കുറച്ച് ചെറിയ ചെറിയ വേർഡ്സ് ഒന്നും കിട്ടാതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ ആ വേർഡ്സ് സെർച്ച് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്യും. അപ്പൊ ആ വേർഡ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞാണ് പഠിക്കുക. അതായത് നിങ്ങൾ നാളെ പറയാം, പഠിച്ചിട്ട് പറയാം, കുറെ വേർഡ്സ് പഠിച്ചിട്ട് പറയാം എന്നൊക്കെ വിചാരിച്ച് നടക്കില്ല. മനസ്സിലായോ? നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. കുറച്ച് ബേസിക് അറിയാം ഇപ്പോ. അതൊക്കെ എങ്ങനെയും നിങ്ങൾ പറയാം, എങ്ങനെയും കുറച്ചെങ്കിലും സെന്റൻസ് പറഞ്ഞു നിൽക്കാൻ പറ്റും. ഷുവറാണ്. ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് നോക്കിയാൽ നന്നായിട്ട് ഹിന്ദി അറിയാമോ? ഞാൻ കുറെ കൊല്ലം ബോംബെയിലുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഹിന്ദി നന്നായിട്ട് അറിയാം. മീൻസ് എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. മാലു ഹിന്ദി അതില്ലേ ബോംബെയിൽ ഉണ്ടാകുമ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഹിന്ദി പഠിക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല ഹിന്ദി. പക്ഷെ ഇത് പറഞ്ഞ പോലെ പറഞ്ഞപ്പോ മനസ്സിലായി, പഠിച്ചു. അങ്ങനെ ഇംഗ്ലീഷും പറയൂ. നിങ്ങൾ യു കെ പോകേണ്ടി വരുമോ? അങ്ങനെയൊക്കെ പറയും, ഞാൻ യു കെ പോയി ഇംഗ്ലീഷ് പഠിക്കും. അല്ല, അതും സത്യമാണ് കേട്ടോ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതും സത്യമാണ്. നിങ്ങൾ എവിടെ പോകുന്നു അവിടുത്തെ ലാംഗ്വേജ് നിങ്ങൾ എന്തായാലും പഠിക്കും. യു കെ പോകേണ്ടി വരും അപ്പൊ, അല്ലെ? പണ്ട് എന്താണ് എല്ലാരും മിക്കവരൊക്കെ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാല് ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നാൽ കൂടുതലും പഠിക്കുന്ന ഏത് ലാംഗ്വേജ് ആണെന്നറിയോ? ഹിന്ദി ആയിരിക്കും. അറബി അധികം പഠിക്കില്ല, ഹിന്ദി പഠിക്കുള്ളൂ. കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഹിന്ദിക്കാരായിരിക്കും. അങ്ങനെയാണ്. പിന്നെ അറബി പഠിക്കും. ഇംഗ്ലീഷൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ഇംഗ്ലീഷ് ചിലപ്പോൾ പഠിക്കേണ്ട ആവശ്യമേ വരില്ല. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഒന്നിലെ യു കെയിലൊക്കെ പോകണം. യു കെ പോയാൽ അവര് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് പോകണം. അല്ലെങ്കിൽ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് ചിലപ്പോൾ ജർമ്മനോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇറ്റാലിയനൊക്കെ ആണെങ്കിൽ അത് തന്നെ പഠിക്കേണ്ടി വരും. എപ്പോഴും ഇംഗ്ലീഷ് ഉണ്ടാവില്ല. ഭൂരിഭാഷം എല്ലാവരും മലയാളികളാണ് മാം, ഒക്കെ യു കെയിലൊക്കെ. നമ്മൾ രക്ഷപ്പെടില്ല. കാരണം നമ്മളെല്ലാം അതെ, എന്തോ കോഴ്സ് പഠിക്കാൻ പോയപ്പോഴേ ആദ്യം പോയത് റിലേറ്റീവ്സ് ആണ് പോയത്. ഫുൾ നോക്കിയപ്പോ ഒക്കെ മലയാളികള്, എല്ലാരും മലയാളികളാണ്. ആകെ ഒരു കുറച്ച് പേര് 2 പേര് ഇംഗ്ലീഷ് പഠിക്കാൻ വെച്ചിട്ട് പോയ ആൾക്കാരാണ്. മൊത്തം മലയാളികളാണ് അവിടെ. അതെ, അതാണ് ഇപ്പൊ അവസ്ഥ. വാഴാറ്റൂര് കാണുന്ന പോലെ വീട്ടിൽ പോകുമ്പോ ക്ലാസ് റൂം നിറയെ മലയാളികളാണ്. ശരിയാണ് കേട്ടോ അവസ്ഥ. അപ്പൊ നമ്മൾ എന്തിനാ ഇംഗ്ലീഷ് പഠിച്ചിട്ട്, അല്ലെ? അതും ശരിയാണല്ലേ. കേരളം തന്നെ മാം എല്ലാം കൊണ്ടും നല്ലത്. ഇപ്പൊ വാഴാറ്റൂരിനെ കണ്ടില്ലേ, ഒരു ഹോസ്പിറ്റലേഴ്സ് വന്നിട്ട് അടക്കം വൈകുന്നേരങ്ങളിൽ ഹോസ്പിറ്റലിൽ ഇല്ല, ഒരു അസുഖം വന്നിട്ട് അടക്കേ എല്ലാം അടച്ചു പൂട്ടിയ ഒരു ഗതികേടാണ്. പക്ഷെ നമ്മളോടൊക്കെ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. പിന്നെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ളത് എനിക്ക് തോന്നുന്നു, എല്ലാ ഭാഷകളോടും കൈകാര്യം ചെയ്യാനായിട്ടേ. ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഒക്കെ അവർക്ക് അറിയാം. പക്ഷെ മറ്റിപ്പോ വേറെ നമ്മൾ യു കെയിൽ പോണേ അവർക്കൊന്നും അറിയില്ല. അവർക്ക് ആകെ ഒരു ഭാഷ, അവരുടെ ഭാഷ ബാക്കി ഒന്നും സംസാരിക്കാനൊന്നും അവർക്ക് അറിയാത്തൊരു കണ്ടീഷനാണ്. ഇപ്പൊ കാനഡയിലൊക്കെ പോയപ്പോ കാനഡയിലത്തെ ഒരാള് പറയണത് കാനഡക്ക് വിദ്യാഭ്യാസം ഇല്ലാന്നാ പറയണത്. അവിടുത്തെ കുട്ടികൾക്കൊക്കെ അവര് ചെറുപ്പം മുതലൊന്നും പഠിപ്പിക്കില്ല, ഹൈസ്കൂളിലാണ് കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉള്ളത്. പിന്നെ കാനഡക്കാര് മൊത്തം ഈ ബാത്റൂം കഴുകല ആ പണികളൊക്കെയാണ് ഉള്ളത്. നമ്മൾ പോണ ആൾക്കാരാണ് എല്ലാ സ്ഥാപനങ്ങളും ഉള്ളത്. ഇപ്പൊ മറ്റേ വല്ല ലുലുമാളൊക്കെ ആണെങ്കിൽ നമ്മൾ മലയാളികളായിരിക്കും ചിലപ്പോ അടിച്ചു കൊടുക്കണത്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മലയാളികളും അല്ലെങ്കിൽ അതർ കൺട്രീസിലെ ആൾക്കാരൊക്കെ ആയിരിക്കും ഉള്ളത്. അവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവാന്നൊക്കെയാണ് പറയണത്. മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. എല്ലാവരും മലയാളികൾ, എല്ലാ സ്ഥലത്തും ഒരു മലയാളികൾ ഇല്ലാത്തൊരു ഇല്ല, അല്ലേ മാം? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷെ നമ്മുടെ നാട്ടില് മലയാളികൾ പണിയെടുക്കാൻ ഉണ്ടാവില്ല. അന്യസംസ്ഥാനത്തൊക്കെ ബംഗാളികളെ വരുന്നത്. ഇവിടെ നിന്നുള്ളവരൊക്കെ അന്യരാജ്യത്തേക്ക് പോവുക. ഇവിടെ ഒരു മലയാളീനെ പണിക്ക് കിട്ടില്ല. അത് ശരിയാ, അത് അതന്നെ, ശരിയാ. അത് ശരിയാണ്. അതാണ്
ഇപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പൊ അവിടെ പോയിട്ട് ബാത്റൂം കഴിലേക്ക് പരിപാടി. അല്ല, അത് വിദ്യാഭ്യാസം ചിലപ്പോ കൂടുതലായിരിക്കും. ഇവിടെ നിന്ന് പഠിച്ചിട്ട് അന്യ ദേശത്ത് പോയിട്ട് പണിയെടുക്കുക. അവര് പഠിപ്പില്ലാത്ത കാരണം കൊണ്ട് ബംഗാളികളൊക്കെ ഹിന്ദിക്കാരൊക്കെ നമ്മുടെ അവിടെ വന്ന് പണിയെടുക്കുക. എന്തിനൊരു എന്താണ് പുല്ല് ചെത്താൻ വിളിച്ചാലും കൂടി ആരും കിട്ടുന്നില്ല മാം. ശരിയാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. സ്വയം വിഷയം വാങ്ങിച്ച് സ്വയം ചെയ്യാ. എല്ലാ കുട്ടികൾക്ക് ആത്മാഭിമാനം കൊണ്ടാണ്. ഓരോ ആത്മാഭിമാനം. പണികൾ പാർട്ട് ടൈമിൽ ഓരോ പണികൾ ചെയ്യണ്ട. പഠിക്കണുണ്ട്. പണി എന്ന് പറയണത് ഓരോ കുതിരനെ നോക്കുക, അമ്മാമ്മനെ അവരെയൊക്കെ നോക്കലാണ് ഓരോ പരിപാടികള്. എന്നിട്ട് അത് നോക്കണ ജോലി ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പഠനം ഒരു ഭാഗത്തിൽ കൂടെ വേറെ ജോലികൾ ഇങ്ങനെയൊക്കെ ജോലി കിട്ടണേ. നാട്ടിലൊക്കെ എന്ത് സുഖാണ്. പഠിക്കാൻ അങ്ങനെ തന്നെ സംസ്ഥാനം പോവാണ് പഠിക്കാനൊക്കെ ആയിട്ട്. അതാണ് ഗതി. ഇപ്പത്തെ മലയാളികൾ ഡ്രസ്സ് വെച്ചാൽ പണി നടക്കൂല. അതിനൊക്കെ ബംഗാളികളല്ലേ. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ നെയ്ത സമയത്തില്ലേ ബംഗാളികളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇവര് അത് ശരി ഒറ്റ ദിവസം കൊണ്ട് നടും. നല്ല രസമാണ് കാണാൻ. അവര് നടും. നമ്മുടെ അവിടെയൊക്കെ പണിക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കൊണ്ട് അവര് കണ്ട നടുവുള്ളൂ. ഇവിടെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്ര ഒരു 15 പറക്കൊക്കെ ഉള്ള കണ്ടങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് അവര് നട്ടിട്ട് പോണ സ്പീഡ് കാണണം. അത് അവർക്ക് മാത്രം സാധിക്കും, നമ്മുടെ അവിടെ പറ്റില്ല. അവർക്ക് വെയിലൊന്നും പ്രശ്നമില്ല. റേറ്റും കുറവായിരിക്കും അവർക്ക്. കാരണം അവർക്ക് നമ്മുടെ അവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ പെണ്ണുങ്ങളൊക്കെ പണിക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 950 രൂപയോളം കൂലി കൊടുക്കുന്നുണ്ട്. എന്നാൽ ബംഗാളിക്ക് അതൊരു 600 രൂപ കൊടുത്താൽ കറക്റ്റാണ്. അവർ അതിന് മേലെ ഒന്നും പറയില്ല. അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരിനെ ബംഗാളികളിലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ വിടുന്നതേ. ബംഗാളികളുടെ ഗൾഫ് നമ്മുടെ കേരളാണ്. ഗൾഫാണ്. അവരെ നാട്ടിൽ ഇത്ര കിട്ടൂല. അതുകൊണ്ടാണ് അതെ, ഭയങ്കര കുറവാ. നമുക്ക് ക്വാളിഫിക്കേഷനോട് നമ്മൾ ഈ പണിയൊന്നും ചെയ്യില്ല. അതാണ് നമ്മുടെ ദുരഭിമാനം അതിന് അതെ മാം, അതെ മാം. 10ാം ക്ലാസ് പാസ്സായ ആൾക്കാരും കൂടി ഇപ്പൊ ഒരു കൂലിപ്പണിക്ക് പോവാൻ പഠിക്കുക. നമ്മുടെ കേട്ടോ, നമ്മുടെ ഈ മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. നമ്മളത് പുറത്തോട്ട് പോകും, ആരും കാണില്ലല്ലോ. അവിടെ എന്ത് ചെയ്താലും ആരും കാണില്ലോ എന്ന് പറഞ്ഞ് പുറത്തോട്ട് അവിടെ പോയത്. അതാണ് അവസ്ഥ. കേരളത്തിലെ മലയാളികളെല്ലാം പോയി ബംഗാളികളായി. ഫുള്ള് ബംഗാളികളാ. ഇലക്ഷൻ വന്നപ്പോ ഒരെണ്ണം ഉണ്ടായില്ല കേട്ടോ, അല്ലേ? ഇലക്ഷൻ വന്നപ്പോ എല്ലാവരും പോയി. എല്ലാവരും അവരുടെ നാട്ടിൽ പോയി. എന്തോരം പേരാ പോയി. ഞാനൊക്കെ ഇത്രയും ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തില്. എന്താണ് പിന്നെന്താ? ഞാൻ നിങ്ങൾ ഒരാൾ ലീവ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയാ സ്ട്രെങ്ത് അങ്ങനെ തന്നെ നിൽക്കുക. വേറെ എന്തെങ്കിലും ടോപ്പ് കുറെ ദിവസത്തിന് ശേഷം ക്ലാസ് കയറിയതല്ലേ, എന്നാണ് മൈൻഡ് ഒന്ന് ഫ്രീ ആയത്. അല്ലെങ്കിൽ ഫുൾ ബിസിയാണ്. എനിക്ക് മടുത്തു. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ ബിസി ആയി എല്ലാവരും. രാവിലെ മാത്രമേ ഉള്ളൂ കറക്റ്റ് അല്ലേ, പിന്നെ നമ്മള് ഫ്രീ ആണ്. ഇനി കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ഈ പിള്ളേരുടെ വെക്കേഷൻ കഴിയണം. എന്നാ കറക്റ്റ് ആയിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കും. അപ്പൊ കംപ്ലീറ്റ് എല്ലാവരും ഉണ്ടാവും. ശരി, എനിക്ക് വലിയ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു. ശരി, ആർക്കൊന്നുമില്ല. മാം, നമ്മള് ഇപ്പൊ ട്രെയിനിങ്ങിന് പോണ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് ഈ ടൈമിലൊക്കെ അല്ലേ ശരിക്കും ചോദിക്കാൻ പറ്റും. പക്ഷെ ജിഷ മാം പറഞ്ഞു വന്ന് 3 മാസം അല്ല 3ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞിട്ട്, അതായത് മോണ്ടിസോറി അപ്പാരറ്റസിന്റെ ഒരു തിയറി കഴിഞ്ഞിട്ട് പോവുമായിരിക്കും നല്ലതെന്നാ പറഞ്ഞത്. പക്ഷെ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷമല്ലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അതും ശരിയാ. കാരണം ഇടയിൽ വെച്ച് നമുക്ക് ഇപ്പൊ ചാൻസ് വെച്ച് വല്ല സ്കൂളുകളിൽ പോയിക്കഴിഞ്ഞാൽ വെച്ചാൽ ഒരു കുറച്ച് പീരീഡ് അവർ ഇപ്പോഴല്ലേ നിർത്തുള്ളൂ, സ്റ്റാർട്ടിങ് ആയ കാരണം. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി നോക്കൂട്ടോ. അങ്ങനെ പൊയ്ക്കോളൂ. അല്ല, അപ്പൊ നമുക്ക് എന്താണ് പഠിച്ചതിന് എന്തെങ്കിലും തെളിവ് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ. അത് കാരണം കൊണ്ട് ഡോക്ടർ പറഞ്ഞാലും മതി. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ചിലപ്പോൾ ഡെമോ ക്ലാസ് എടുക്കാൻ പറയും. ഡെമോ ക്ലാസ്സിൽ ഓക്കെ ആണെങ്കിൽ പിന്നെ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാലും മതി. കുറച്ച് അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് തോണോ, 1-2 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരാ നമ്മുടെ ക്ലാസ്സില്? ആമിക്ക് ഉണ്ട് തോണു. ആതിരക്ക് കേറിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആതിര സ്നേഹ നമ്മുടെ ക്ലാസ്സിലല്ലേ? സ്നേഹ അല്ലേ? സപ്ന ആതിര കേറിയിട്ടില്ല മിസ്സേ. എന്താന്ന് വെച്ചാല് അവള് ഇപ്പൊ ഒരു
15,000 അങ്ങനെ അങ്ങനെ ഓക്ക് ഇപ്പൊ വേറൊരു ജോലിക്ക് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പൊ ടീച്ചറിന് അവര് പറഞ്ഞത് 4,000 രൂപ സാലറി കിട്ടുന്ന. അപ്പൊ അവള് പറയുന്നത് പിന്നെ അവൾക്ക് 2-3 കുറി ചിട്ടി ഉണ്ട്, അത് അടക്കലും പിന്നെ ചെലവെല്ലാം കൂടി ആവൂല, എന്താ ചെയ്യാന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ എന്നോട് സംസാരിച്ചിനു. മെന്നാന്ന് കരഞ്ഞോണ്ടാ പറയുന്ന പാവം. എന്ത് പറയാനാ. അപ്പം PG-യാ ഇതില് ഡിപ്ലോമ കഴിഞ്ഞാ പിന്നെ എന്താ ഉള്ളെ, വേറെന്തോ ഇല്ലേ, അതുകൂടെ ചെയ്തിട്ട് നോക്കാന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷായിരുന്നു സ്കൂളിൽ കിട്ടിയപ്പോ. ഗ്രൂപ്പിലൊക്കെ ഞങ്ങളോടൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സംസാരിച്ചു. പക്ഷെ 4,000 ഒരു സാലറി ഉള്ളൂ. പൊതുവെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും സാലറി കുറവായിരിക്കും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ. അതുമല്ല നമ്മള് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഫ്രഷേഴ്സ് ആണ്. അതിനനുസരിച്ച് സാലറി എന്തായാലും കിട്ടാൻ ഞാൻ ചോദിക്കും. ഓ എന്നാലും സാലറി കുറവാണെങ്കിൽ നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാ. അതിന്റെ ബെനിഫിറ്റ്സ് എന്തെങ്കിലും പക്ഷെ കിട്ടാതിരിക്കും. ശരിക്കും പറഞ്ഞ ടീച്ചർ എന്നുള്ള പേരിന് തന്നെ വലിയ വാല്യൂ ഉണ്ടല്ലോ മിസ്സേ. പേര് മാത്രമേ വാല്യൂ ഉള്ളൂ. ആ അതാണ് അവസ്ഥ. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ കാലം പ്രശ്നങ്ങളൊന്നും. മാറും മിസ്സേ. ഇത്രയും പുരോഗമിച്ചല്ലോ, ഇനി സാലറി ഒക്കെ മാറിക്കോളും. ശരിയാവും, എല്ലാം ശരിയാവും. എല്ലാം ശരിയോ, മനസ്സിലായി എനിക്ക്. പിന്നെന്താ പിന്നെന്തൊക്കെയുണ്ട്? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരുടെയും സുഖം, സന്തോഷം, സമാധാനം? മാം നാളെ മാമിന്റെ ക്ലാസ് ഉണ്ടോ? നാളെ ഞാനാണോ? അല്ല അല്ല, ചൊവ്വാഴ്ച അപർണ മിസ് എടുത്തു. ആ അപർണ മിസ്സിന്റെ ക്ലാസ് ഞാൻ ഏതോ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കോമ്പൻസേഷൻ ആയിരുന്നു അത് കേട്ടോ. ഉണ്ടാവില്ല. നാളെ അപർണ മിസ് ആയിരുന്നു. പിന്നെന്താ? എന്തൊക്കെയുണ്ട്? പറയൂ, വിശേഷങ്ങൾ പറയൂ. ദേഷ്യമൊന്നുമില്ല അല്ലെ? കഴിഞ്ഞോ? ആലോചിക്കുകയാണ്, എന്ത് പറയണോ? ആലോചിക്കുകയാണോ? സംഭവം യുഗേ മിസ്സേ. എന്തായത് മാം പോയോ? നമുക്ക് ടെൻസിന്റെ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എല്ലാവരുടെയും റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയോ? എന്റെ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇല്ല. ഇല്ല അല്ലേ? എനിക്കും കുറച്ച് പെൻഡിങ് ആണ്. സ്കൂളിൽ പോയ കാരണം കുറെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആ ഡോൾ മേക്കിങ്ങിന് സ്പോഞ്ച് കിട്ടണേ ഇല്ല. ഈ ഭാഗത്തൊന്നും കിട്ടണില്ല. ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടാ? അറിയോ? ആർക്കെങ്കിലും അറിയോ? അപർണ മാമിന്റെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? സ്പോഞ്ച് സാധാരണ നമ്മളെ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ടാവും. ഇല്ലടാ, നമ്മള് അത് ഡിഷ് വാഷ് നല്ല ചെയ്യുന്ന സ്പോഞ്ച് നല്ല വാങ്ങിയിട്ടില്ല. ചെറുതാണ്. നല്ല ചെറിയ എന്താണ് സ്പോഞ്ചാ. പിന്നെ നമ്മളെ സോഫ ഉണ്ടാക്കുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും.
സോറി. ആ മാം വന്നോ? ഒന്ന് ഞങ്ങൾ പോവാൻ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പറയാം അല്ലേ? ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനിയൊന്നും പറയാനൊന്നുമില്ലല്ലോ. ഇത് ചുമ്മാ 1 മണിക്കൂർ സംസാരിച്ച് കളഞ്ഞു. അത് ഇനി വീട്ടിൽ പോയിരിക്കും, റിലാക്സ് ചെയ്യും. ആശ്വാസം കിട്ടിയാലും പോലെ ഒന്ന് റിലാക്സ്ഡ് ആയി എല്ലാവരും അല്ലേ? ഞാനില്ല, ഞാനിങ്ങനെയാണ് പൊതുവെ. എനിക്ക് സംസാരിക്കാൻ എന്തെങ്കിലും സ്പേസ് ഇട്ടിക്കല്ലേ പിന്നെ നിർത്തില്ല, രക്ഷയില്ല. പിന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, ക്ലാസ്സില്ല, നമ്മുടെ മീനാട്ടം എന്ന് പറയാം അല്ലെ? ചുമ്മാ എന്തൊക്കെയോ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു, കഴിഞ്ഞു. കുറെ നാളായിട്ടോ, ഒരുപാട് നാളായി നമ്മൾ സംസാരിച്ചു. എപ്പോഴും ആലോചിക്കാറുണ്ടോ, അയ്യോ ഒന്നും സംസാരിക്കാറില്ലല്ലോ. അതിന് ക്ലാസ്സിലെ സ്റ്റുഡൻസും വളരെ കുറവാണ്, സ്ട്രെങ്ത്തും കുറവായിരുന്നു. സംസാരിക്കാൻ പറ്റിയ ആരും ഉണ്ടാവാറില്ല പൊതുവെ. അപ്പൊ ഇന്ന് കുറച്ച് നാളിന് ശേഷം അതിപ്പോ 1 മാസമായില്ലേ മിസ്സേ വെക്കേഷൻ ഒന്നും തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ എല്ലാരും വീട്ടില് എന്റെ കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിനൊക്കെ പോയോണ്ട് ഇതൊക്കെ ഒരാൾ വന്ന് അടുത്തയാൾ വന്നു. ഇനി പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. വെക്കേഷൻ കഴിയുമ്പോ നമുക്ക് പഴയതുപോലെ ആക്റ്റീവ് ആവാം കേട്ടോ. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ടിരിക്ക. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഫുഡ് കഴിക്കും. ഓക്കെ, താങ്ക് യു മാം. സൈൻ ഔട്ട് ഒന്നുമില്ലേ? അല്ല, അത് ചോദിക്കട്ടെ നിങ്ങളോട്. സൈൻ ഔട്ട് ഒന്നുമില്ല, തോട്ട് ഓഫ് ഡേ ഇല്ല, അങ്ങനെയൊന്നും ഇല്ലേ? ഇത് കുറഞ്ഞു വരാണോ? എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ മാം. സൈന് പറഞ്ഞോ? സൈനിന്റെ ഉണ്ടായിരുന്നില്ല മിസ്സേ ഞാൻ വരുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങിപ്പോയി. ഞാൻ പ്രയർ ചൊല്ലി മടുത്തു. മടുക്കും, അങ്ങനെയാണ് മിക്ക ക്ലാസ്സിൽ പരാതി ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ? അല്ലേ? അതെ അതെ. സ്കൂളിൽ പഠിക്കുമ്പോ പ്രയർ ചൊല്ലിയതാ, പിന്നെ ഇപ്പഴാണ് പ്രയർ ചൊല്ലിയതാ. കുറച്ചേരം നോക്കി നിൽക്കും, ആരും ഇല്ലാതെ ഞങ്ങൾ തുടങ്ങും. അങ്ങനെയാ, കുറച്ചേരം നോക്കും, ആരെങ്കിലൊക്കെ തുടങ്ങും. മടിയന്മാരാണെങ്കിൽ മടി പിടിച്ചിരിക്കാനായിട്ട് നിങ്ങള് മിക്ക ക്ലാസ്സിൽ ഇങ്ങനെ മടിയാണ് എല്ലാവർക്കും. അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെ ഇപ്പൊ അങ്ങോട്ട് കഴിയും കേട്ടോ. ഓഗസ്റ്റ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ആലോചിക്കും. ഷോ രസമായിരുന്നു പ്രയർ, ഒന്നും കിട്ടണില്ല മാം. ഞങ്ങള് പഠിച്ച പ്രയർ ഒന്നും ഇപ്പൊ കിട്ടണില്ല. സത്യം പറഞ്ഞ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളത്തെ ഒരു സാറുണ്ടായിരുന്നു, മലയാളം ലൈബ്രറിത്തെ ഒരു സാറ്. ആ സാറാണ് പ്രയർ എഴുതിയിട്ട് അതാ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും യൂട്യൂബിലൊന്നും തപ്പിയാ കിട്ടില്ല മാം. എനിക്ക് ആ പ്രയറൊക്കെ അറിയുള്ളൂ. അതൊന്നും 2 പേരും ഓർമ്മയുണ്ടാവും, പിന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ തോട്ട് ഓഫ് ദ ഡേയിലേക്ക് മാറി. ഞാനും സ്കൂൾ പഠിക്കുമ്പോ എപ്പോഴും ഒരു നന്മ രൂപിയായ ദൈവമേ, അതന്നെ എപ്പോഴും ഉണ്ടാവാന്. നിങ്ങൾ പ്രയറൊക്കെ ചെയ്യുമ്പോ ഞാനും അതെ പഴയതിലൊക്കെ പോകും. രസാണ് കേട്ടോ. മതി, ഇനി ഇത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു. എല്ലാരും പൊക്കിയോ? സൈൻ ഔട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോട്ടോ. പറയൂ പറയൂന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇത്രയും മനോഹരമായിട്ട് നമ്മൾ സംസാരിച്ച് ക്ലാസ് എടുക്കാണ്ട് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് ഒരുപാട് താങ്ക് യു. കൊള്ളാം, എന്തൊരു സന്തോഷം നോക്കി. ക്ലാസ് എത്തില്ല എന്നാണ് ഇത്ര സന്തോഷം. ഇതേപോലത്തെ ഒരു ക്ലാസ് ഇല്ല കേട്ടോ. കൊള്ളാം, എന്തായാലും നടക്കട്ടെ. അപ്പൊ ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you very much. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു.